ഹലോ ഹായ് അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു കടലക്കറി വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. കടല, സബോള, പിന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ആദ്യത്തെ പാല്, തേങ്ങാപ്പാൽ, പിന്നെ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കറിവേപ്പില, പിന്നെ ഉപ്പ്, വെള്ളം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കടല കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. ഇത് ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കടല. ഇതാ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കിത് 2-3-4 വിസിൽ വരുന്ന വരെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇടാം. 1 കിലോ കടലയാണ്. നമുക്ക് ഇതിലേക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ്, ചെറിയ സ്പൂണ്. നമുക്ക് കുറച്ച് ഉപ്പിടാം. കല്ലുപ്പാണ് കേട്ടോ ഞാനിടുന്നത്. കല്ലുപ്പിട്ടു. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം, അധികം വെള്ളമൊന്നും വേണ്ട. നന്നായി കുതിർന്നതാണ്. അപ്പം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടച്ച അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ 3-4 വിസിൽ വരുന്ന വരെ ഇത് വേവട്ടെ. എന്നിട്ട് നോക്കാം. തുറക്കാമല്ലേ? അപ്പം നമ്മുടെ കടലയൊക്കെ ഇതാ നന്നായി വെന്തിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇനി നമുക്ക് ഇതിലേക്ക് 2 സബോളയാണ് നമുക്കിത് ഇട്ട് കൊടുക്കാം. രണ്ട് കറുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സബോളയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് കുറച്ചിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇത്തിരി അധികം ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂണ്. ഇത് നമുക്ക് മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടിയാണ്. 1 സ്പൂണ് ഉണ്ട്. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് കടല വേവിക്കുമ്പോൾ. അപ്പം മതി. നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. 1 തക്കാളിയാണ്. ഇനി നമുക്ക് നമ്മുടെ കടല ഇത് കൊട്ടിക്കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് നമുക്ക് ഓഫാക്കാം, സ്റ്റവ് അത് വേണ്ട. നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് താളിച്ചൊഴിക്കാം. നമുക്ക് ചട്ടി വെച്ചു, നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി, നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇടാം. ഉള്ളി മൂത്തു, നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓഫാക്കാം. കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് കുറച്ച് നേരം മൂടി വയ്ക്കാം. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.